സൂപ്പർമാൻ സിനിമ ഓഗസ്റ്റ് 15-ന് ഡിജിറ്റൽ റിലീസ് പ്ലാൻ ചെയ്യുന്നുണ്ടെന്നൊക്കെ അപ്ഡേറ്റ്സൊക്കെ വരുന്നുണ്ട്. എന്തായാലും ഈ ഒരു വിവരം ഒഫീഷ്യലി കൺഫേം ആയിട്ടൊന്നുമില്ല. സൂപ്പർമാൻ സിനിമ ഇതുവരെ ഗ്ലോബൽ കളക്ഷനായിട്ട് $527 മില്യൺ ആണ് നേടിയിരിക്കുന്നത്. ഡൊമസ്റ്റിക്കിൽ $302 മില്യൺ കളക്ഷൻ സിനിമ നേടിയിരിക്കുന്നത്. സൂപ്പർമാൻ സിനിമയുടെ രണ്ടാം ഭാഗം ഉണ്ടാവില്ലെന്ന് ജെയിംസ് ഗൺ കൺഫേം ചെയ്തിട്ടുണ്ട്. എന്നാൽ സൂപ്പർമാൻ മേജർ റോളിൽ വരുന്ന മറ്റൊരു സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിലാണ് താനെന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും ആ ഒരു സിനിമയിൽ ബാറ്റ്മാനും ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ എന്ന സിനിമയുടെ ഭാഗത്തുനിന്ന് ചെറിയൊരു ടീസർ ഇപ്പോൾ വന്നിട്ടുണ്ട്. സ്പൈഡർമാൻ്റെ പുതിയ സൂട്ട് അണിഞ്ഞു നിൽക്കുന്ന ടോം ഹോളണ്ടിനെയാണ് ഈ ഒരു ടീസറിൽ കാണിച്ചിട്ടുള്ളത്. പഴയ 2Bയുടെ സ്പൈഡർമാനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സൂട്ടായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്തായാലും സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങിയിട്ടുണ്ട്. അടുത്ത വർഷം ജൂലൈ 31-നാണ് സ്പൈഡർമാൻ സിനിമ തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്നത്. പുതിയ ഈ ഒരു സ്പൈഡർമാൻ സിനിമയിൽ മിസ്റ്റർ നെഗറ്റീവിൻ്റെ ക്യാരക്ടർ അപ്പിയർ ആകുമെന്നും പറയുന്നുണ്ട്. ഇന്നർ ഡീമൺസ് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയിൽ അപ്പിയർ ആകുമെന്നും പറയുന്നുണ്ട്. മിസ്റ്റർ നെഗറ്റീവിൻ്റെ ക്രിമിനൽസാണ് ഇവർ. മാർക്ക് റഫലോൻ്റെ ഹൾക്ക് സ്പൈഡർമാനിൽ റിട്ടേൺ ആവുന്നുണ്ട്. സ്പൈഡർമാനും പണിഷറും ഹൾക്കും തമ്മിൽ ഫൈറ്റ് സീൻസ് ഈ ഒരു സിനിമയിൽ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. ടോം ഹോളണ്ടിൻ്റെ ഇതുവരെയുള്ള സ്പൈഡർമാൻ സിനിമകളെ അപേക്ഷിച്ച് ഈ ഒരു പുതിയ സ്പൈഡർമാൻ ചിത്രം കുറച്ചും കൂടി ഡാർക്ക് മൂഡിലാണ് വരാൻ പോകുന്നത്.